ഹായ്, നിങ്ങളുടെ കുട്ടിക്ക് 6 മാസമായിട്ടുള്ളൂ എങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് 2000 രൂപ വിലയുള്ള റിമോട്ട് കൺട്രോൾ കാറോ വലിയ സംസാരിക്കുന്ന പാവയോ വാങ്ങി നൽകരുത്. അതുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവുമില്ല. അത് പണത്തിൻ്റെ നഷ്ടം മാത്രമാണ്. ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ 1 വയസ്സ് വരെ അവരുടെ തലച്ചോറ് വളരുന്നത് കണ്ണുകൊണ്ടും തൊട്ടുനോക്കിയും വായിൽ വെച്ചുമൊക്കെയാണ്. പ്രശസ്ത ചൈൽഡ് സൈക്കോളജിസ്റ്റായ ജീൻ പിയാഷെ ഇതിനെ വിളിക്കുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാണ്. ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത് ചിലവേറിയ ടോയ്സ് അല്ല, അവരുടെ 5 ഇന്ദ്രിയങ്ങളെയും ഉണർത്തുന്ന ടോയ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് 3 ഘട്ടങ്ങളിലായി നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യത്തെ ഘട്ടം 0 മുതൽ 3 മാസം വരെ. ഈ സമയത്ത് കുട്ടിക്ക് കാഴ്ച പൂർണ്ണമായി തെളിഞ്ഞിട്ടുണ്ടാവില്ല. ലോകം അവർക്കൊരു മങ്ങിയ ചിത്രം പോലെയാണ്. അതുകൊണ്ട് പല മാതാപിതാക്കളും വാങ്ങുന്ന ലൈറ്റ് കളറുള്ള കളിപ്പാട്ടങ്ങൾ അവർക്ക് കാണാനേ കഴിയില്ല. അവർക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് കറുപ്പും വെളുപ്പും ചേർന്ന ഹൈ കോൺട്രാസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് ഈ പ്രായത്തിൽ നൽകേണ്ടത് കറുപ്പും വെളുപ്പും വരകളുള്ള കാർഡുകൾ കുട്ടിയുടെ കണ്ണിന് മുന്നിൽ 1 അടി അകലത്തിൽ കാണിക്കുക. അവർ ഉറ്റുനോക്കുന്നത് കാണാം. ഇത് അവരുടെ കണ്ണിൻ്റെ മസിലുകൾക്ക് ബലം നൽകും. രണ്ടാമതായി, തൊട്ടിലിൽ മുകളിൽ തൂക്കിയിടുന്ന മെല്ലെ കറങ്ങുന്ന കളിപ്പാട്ടങ്ങൾ ശ്രദ്ധിക്കുക. വലിയ ശബ്ദമുള്ളവ വേണ്ട. രണ്ടാമത്തെ ഘട്ടം 3 മാസം മുതൽ 6 മാസം വരെ. ഇപ്പോൾ കുട്ടികൾ കൈനീട്ടി പിടിക്കാൻ തുടങ്ങും. ഇവിടെയാണ് കിലുക്കാംപട്ടികൾ ആവശ്യമായിരുന്നത്. കുട്ടി കൈ അനക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നത് അവർക്ക് വലിയ അത്ഭുതമാണ്. ഇത് എൻ്റെ കൈ അനങ്ങിയത് കൊണ്ടാണ് ശബ്ദം വന്നത് എന്ന് കാര്യകാരണ ബന്ധം, കോസ് ആൻഡ് എഫക്റ്റ് അവർ പഠിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്രായത്തിൽ കുട്ടി കിട്ടുന്നതെന്തും വായിൽ വെക്കും. അത് തടയരുത്. കുട്ടി ലോകത്തെ പഠിക്കുന്നത് നാക്കിലൂടെയാണ്. അതുകൊണ്ട് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ വിഴുങ്ങാൻ പാകത്തിന് ചെറുതാകരുത്. വിഷമയമുള്ള പെയിൻറ് ഉള്ളതാകരുത്. അതായത് നോൺ ടോക്സിക് ഓർ BPA ഫ്രീ ആയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കുകയും വേണം. മൂന്നാമത്തെ ഘട്ടം 6 മുതൽ 12 മാസം വരെ. ഇപ്പോൾ കുട്ടി ഇരിക്കാനും ചിലപ്പോൾ ഇഴയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഇവിടെ അവർക്ക് വേണ്ടത് പ്രോബ്ലം സോൾവിങ് ആണ്. സ്റ്റേക്കിംഗ് കപ്സ്. വലുപ്പത്തിനനുസരിച്ച് കപ്പുകൾ അടുക്കി വെക്കാൻ പഠിപ്പിക്കുന്ന കണക്കിൻ്റെ ആദ്യ പടിയാണിത്. വലുത് ചെറുത് എന്ന കൺസെപ്റ്റ് അവർ പഠിക്കുന്നു. രണ്ടാമത്തേത് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒരു കളിപ്പാട്ടം പുതപ്പിനടിയിൽ ഒളിപ്പിച്ചാൽ അത് മാജിക് പോലെ അപ്രത്യക്ഷമായി എന്നല്ല, അത് അവിടെ തന്നെയുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്ന ഘട്ടമാണിത്. ഇതിന് ഏറ്റവും നല്ലത് നമ്മൾ മുഖം മറച്ച് കാണിക്കുന്ന തത്തമ്മേ പൂച്ച പൂച്ച കളിയാണ്. ഇതിന് പണം മുടക്കേണ്ട കാര്യവുമില്ല. മാതാപിതാക്കൾക്കുള്ള മുന്നറിയിപ്പ്: 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ബാറ്ററി ഇട്ട കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഒന്നും നൽകരുത്. ഒരു കളിപ്പാട്ടം ബട്ടൺ ഞെക്കിയാൽ പാട്ട് പാടുകയും തുള്ളുകയുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. കുട്ടി വെറും കാഴ്ചക്കാരൻ മാത്രമാവുകയാണ്. ഇതിനെ പാസീവ് ഒബ്സർവർ എന്നാണ് പറയുക. കളിപ്പാട്ടമല്ല കളിക്കേണ്ടത്, കുട്ടിയാണ് കളിക്കേണ്ടത്. കുട്ടിയുടെ തലച്ചോറിന് ആവശ്യം ആക്റ്റീവ് പ്ലേ ആണ്. അവസാനമായി എൻ്റെ ഹൃദയത്തിൽ തട്ടി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ കടയിൽ പോയി ആയിരങ്ങൾ മുടക്കി കുട്ടിക്ക് വേണ്ടി ഏറ്റവും വില കൂടിയ കളിപ്പാട്ടങ്ങൾ തിരഞ്ഞു നടക്കാറുണ്ടോ? പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച, ഏറ്റവും വില പിടിപ്പുള്ള കളിപ്പാട്ടം അത് നിങ്ങളാണ്, അച്ഛനും അമ്മയും. ഒരു കുഞ്ഞിന് അമ്മയുടെ മുഖം കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. അതുപോലെ അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സംഗീതവും അവർക്ക് കേൾക്കാനില്ല. നിങ്ങളുടെ ചിരിയും സ്പർശനവും ആ നെഞ്ചിലെ ചൂടുമാണ് അവരുടെ ലോകം. അതുകൊണ്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കോളൂ, തെറ്റില്ല. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങളുടെ ക്വാളിറ്റി ടൈം കൂടി കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക. കാരണം ഈ സമയം, ഈ കുഞ്ഞി കൈകൾ നിങ്ങളുടെ വിരലുകളെ മുറുകെ പിടിക്കുന്ന ഈ സമയം, അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. കളിപ്പാട്ടങ്ങൾ പൊട്ടിപ്പോകാം, പക്ഷേ നിങ്ങൾ നൽകുന്ന സ്നേഹം അവരുടെ ഉള്ളിൽ എന്നും മായാതെ നിൽക്കും. ഹാപ്പി പാരൻറ്റിങ്.